ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ കുറേ നാളായാലും നമ്മൾ കണ്ടിട്ട് ഇച്ചിരി തിരക്കായി പോയിട്ടോ. കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ, ഓരോന്നോരോന്നിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിൻ്റെ വീഡിയോ ആണ്. ഓണത്തിൻ്റെ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് പാർട്ട് 1 ആട്ടോ. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും എങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ? ഞങ്ങളും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇത് തിരുവോണ ദിവസത്തിൻ്റെ വീഡിയോ ആട്ടോ. ഞങ്ങൾ രാവിലെ ഇനി എണ്ണീറ്റു, ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ, ഞാനും അമ്മയും കൂടെ. പിന്നെ അമ്മയും കുഞ്ഞും ഏട്ടനും എല്ലാവരും കൂടെ രാവിലെ അമ്പലത്തിൽ പോയി കേട്ടോ. അത്തപ്പൂക്കളമൊക്കെ തലേന്ന് ഉത്രാടത്തിന് അന്ന് രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ അവർ അടുത്തുള്ള അമ്പലത്തിലും പോയി. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് നേരെ ചിട്ടളങ്ങര അമ്പലത്തിലും പോയി കേട്ടോ. അവിടെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പോയില്ല, അവരാട്ടോ പോയത്. അവരെല്ലാവരും കൂടാണ് പോയത്. ഞാനും അവളും പോയില്ല. ഞങ്ങൾ അന്നേരം അടുക്കളയിൽ കുറച്ച് പരിപാടിയിലായിരുന്നു. ബാക്കി എല്ലാവരും കൂടെ പോയി കേട്ടോ. അവിടെ പോയി എല്ലാവരും നല്ല ഭംഗിയായിട്ട് തൊഴുതെന്നൊക്കെ പറഞ്ഞ് നല്ല തിരക്കുണ്ടായിരുന്നു. തിരുവോണ ദിവസമല്ലേ, അമ്പലങ്ങളെല്ലാം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ അവരവിടെയൊക്കെ തൊഴുതു. പിന്നെ അത്തപ്പൂക്കളം എല്ലാ നടയിലും അവർ അത്തപ്പൂക്കളം എല്ലാം കണ്ടു. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു. അവരെല്ലാം സെൽഫിയൊക്കെ എടുത്തു. എന്നോടൊന്ന് പറഞ്ഞു, ഫ്രണ്ട്സിനെ കണ്ടു, സെൽഫിയൊക്കെ എടുത്തു. ഓണത്തിനൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കങ്ങനെ എല്ലാവരെയും കാണാമല്ലോ അല്ലേ. അപ്പോൾ ആ ദിവസം എല്ലാവരും അമ്പലങ്ങളിൽ കാണുമല്ലോ. അപ്പോഴൊക്കെ പരിചയമില്ലാത്തവരെ അല്ലെ പരിചയമുള്ളവരെയൊക്കെ നമുക്കന്ന് കാണാമല്ലേ. അങ്ങനെ അവർ അമ്പലങ്ങളിൽ പോയി തൊഴുതു. അത്തപ്പൂക്കളവും അമ്മയുടെ ജീവിതയുടെ രൂപത്തിലുള്ള അത്തപ്പൂവും എല്ലാം അവർ കണ്ടു. കുഞ്ഞുങ്ങളവിടെ സന്തോഷത്തോടെ ഇരുന്നു കേട്ടോ. രണ്ടുപേരും ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ട്, ഇത് അമ്മ വാങ്ങിക്കൊടുത്തു ഉടുപ്പാട്ടോ. രണ്ടുപേരും ഉടുപ്പൊക്കെ ഇട്ട് ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കിയാട്ടോ വിട്ടത്. അങ്ങനെ അവരും പോയി കണ്ടു. അവരും തിരുവോണത്തിനന്ന് അവരാദ്യമായിട്ടാണ് അമ്പലത്തിൽ കൊണ്ട് അവരെ തൊഴിക്കുന്നത്. കഴിഞ്ഞ വർഷം അവരെ അമ്പലത്തിൽ കൊണ്ട് അങ്ങനെ തൊഴിച്ചില്ല. ഇപ്രാവശ്യം തന്നെ രണ്ടുപേരും കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് തൊഴിച്ചു. കാരണം അവിടെ ഹസ്ബൻഡും ഉണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും, അമ്മയും എൻ്റെ ഹസ്ബൻഡും അവിടെ ഹസ്ബൻഡും, അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് തൊഴിച്ചു. അത്തപ്പൂക്കളത്തിനൊക്കെ അടുത്തിരുത്തി കുറച്ച് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ആ കുഞ്ഞുമായിട്ട് രണ്ടുപേരും ഭയങ്കര വർത്തമാനമായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കണ്ടു തിരിച്ച് വീട്ടിലേക്ക് വന്നേ. ഓണപ്പരിപാടിയൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. സദ്യയും കാര്യങ്ങളും എല്ലാം നമ്മൾ റെഡിയാക്കി. ഉച്ചയായപ്പോഴത്തേനും ഭഗവാന്റെ മുമ്പിൽ ഇതെല്ലാം വെച്ചു. അവർക്കും ആഹാരമെല്ലാം ആദ്യം കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഇലയിട്ട് സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാം ഇഞ്ചിയും പച്ചടിയും അച്ചാറും തോരനും അവിയലും അങ്ങനെ എല്ലാ രീതിയിലുള്ള വലിയ ഇതായിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചായിരുന്നു? എല്ലാവരും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായിട്ട് അടിച്ചു പൊളിച്ചോ എല്ലാവരും? അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. കുഞ്ഞുങ്ങൾക്ക് ഇലയിട്ട് കൊടുത്തു 2 പേർക്ക് കേട്ടോ. അവർ കഴിച്ചൊന്നും ഇല്ല, അവർ വാരി അവിടെ ഇവിടെയൊക്കെ ഇട്ടതേ ഉള്ളൂ. പക്ഷേ കുറച്ചൊക്കെ അവർ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളും ഇരുന്ന് ഫുഡ് കഴിച്ചു. എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, കഴിച്ചു. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലും അവൾ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഒക്കെ, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ പോയി കേട്ടോ. അമ്മ പിന്നെ അമ്മയുടെ വീട്ടിലും പോയി. അങ്ങനെ എല്ലാവരും അങ്ങനെയാണല്ലോ, ഊണ് കഴിയുമ്പോഴത്തേനും പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലൊക്കെ പോകുമല്ലോ അല്ലേ. പിന്നെ അവിടെ പോയൊരു ചെറിയ ഊണുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടാട്ടോ കഴിച്ചത്. അവിടെ പോയി കഴിക്കണമല്ലോ. അങ്ങനെ പോയിട്ട് വന്ന് രാത്രി ആയപ്പോഴത്തേനും ഞങ്ങൾ ചെറിയ രീതി പടക്കവും പൂത്തിരിയും, കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷത്തിൽ പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങിച്ചു. അതൊക്കെ പൊട്ടിച്ചു. ഒരാൾക്ക് പേടിയുണ്ടായിരുന്നു, ഒരാൾക്ക് പേടിയില്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും അവൾക്ക് പേടിയില്ലായിരുന്നു, അവൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരാൾക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം അടിച്ചു പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ചു കേട്ടോ. കമ്പത്തിരിയും പൂത്തിരിയും അങ്ങനെ കുറേ പടക്കങ്ങളും, എനിക്ക് എല്ലാത്തിനെയും പേരറിയില്ല, അങ്ങനെ കുറേയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പം ബാക്കി പാർട്ട് 2 ആയിട്ട് വരുവേ.